റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അല്ലദീന ഹും അഹ്ലിസ് സിദ്ഖി വൽ വഫാ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ സമാപന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ശവ്വാൽ മാസത്തിൻ്റെ പൊന്നമ്പിളി പ്രകടമാകുന്നതോടുകൂടെ ഈ മാസം നമുക്ക് ഓർമ്മയാവുകയാണ്. ശവ്വാലിൻ്റെ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കഴിഞ്ഞ റമദാൻ അനുകൂല സാക്ഷിയായ ആളുകളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാം. ഇത് നമ്മുടെ അവസാനത്തെ റമദാൻ ആക്കല്ലേ തമ്പുരാനെ. ഇത് ഞങ്ങൾ അവസാനത്തെ റമദാൻ ആക്കരുതേ, അവസാനത്തെ പ്രധാനുഷ്ഠാനമാക്കരുതേ. അതിനിടയിൽ ഇന്ന റമദാൻ വരുന്നതിനിടയിൽ ഇന്നാലിന്ന വ്യക്തി ഇന്ന കാരണത്താൽ അപകടത്തിലായി, അറ്റാക്കായി, ക്യാൻസറായി, അതുപോലെ തന്നെ ബ്ലോക്കിലായി, പല തലങ്ങളിലായി ഇവിടെ നിന്ന് വിട പറഞ്ഞു, ഇന്നാലിന്നാൾ വിട പറഞ്ഞു എന്ന് നമ്മളെക്കുറിച്ചൊന്നും പറയുന്നൊരു സാഹചര്യത്തിലേക്ക് വളരെ വേഗത്തിൽ അള്ളാഹു ഇനി എത്തിക്കല്ലേ തമ്പുരാനെ. ഇനിയും ഒരുപാട് റമദാനുകളെ വരവേൽക്കാൻ അള്ളാഹുവിന് അനുഗ്രഹം നൽകണേ. ആമീൻ. നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി നമ്മുടെ മുന്നിലുള്ളത് ഈദുൽ ഫിത്തർ, പെരുന്നാൾ സുദിനമാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഫിത്ർ സക്കാത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മതമെന്ന രീതിയിൽ ഇസ്ലാം വളരെ സമ്പന്നമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ട് എല്ലാ ഘട്ടങ്ങളിലും അവൻക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളുമായി കൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം ലോകത്ത് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫിത്ർ സക്കാത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു വിശുദ്ധിയെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നതും. ഫിത്ർ സക്കാത്ത് അതിലൂടെ അർത്ഥം വെക്കുന്നത് എന്താണ്? ഒരു മാസം എല്ലാവരും വ്രതാനുഷ്ഠാനത്തിലായിരുന്നു, നോമ്പിലായിരുന്നു. അത് വളരെ കൃത്യമായി പൂർത്തീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആഘോഷത്തിൻ്റെ സുദിനമാണ്, ഇന്ന് അത്യാഹ്ലാദത്തിൻ്റെ ദിവസമാണ്. പെരുന്നാളിൻ്റെ ആ ദിവസത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് മാർഗമില്ലാത്തതിൻ്റെ പേരിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല, ഒരാളും പ്രയാസപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഉള്ളവൻ്റെ സമ്പത്തിൽ നിന്നുള്ള ഒരു വിഹിതം അത് പാവപ്പെട്ടവനിലേക്ക് എത്തിക്കുക അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതാണല്ലോ ഫിത്ർ സക്കാത്ത്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉള്ള ആളുകൾ അവരുടെ കണക്കിൻ്റെ തോതനുസരിച്ച് അവരിങ്ങനെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ
ഒരു പാവപ്പെട്ടവനും അന്ന് ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടാതെ ആ ഒരു ദിവസം എല്ലാവരും സമന്മാരാകുന്നു. അള്ളാഹുവിൻ്റെ അടിമകളൊക്കെ അന്ന് ആഹ്ലാദത്തോടെ ആ ദിവസത്തിനെ വരവേൽക്കാൻ കഴിയുന്നു. അങ്ങനെയുള്ളൊരു സാമൂഹിക വ്യവസ്ഥിതിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. സക്കാത്തിൻ്റെ കാര്യം നമ്മൾ പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണല്ലോ. സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് നിർബന്ധമായ മറ്റൊരു കർമ്മമാണ്, നിർബന്ധമാണ്. ഒരാളുടെ കച്ചവട വസ്തുവിൽ സക്കാത്ത് വേണം, അവൻ്റെ സ്വർണത്തിലും വെള്ളിയിലും സക്കാത്ത് വേണം. നിബന്ധനകൾക്ക് വിധേയമായി നൽകാൻ അവൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വത്തിൻ്റെയൊക്കെ 2.5% സ്വർണത്തിൻ്റേതായി, വെള്ളിയുടേതായി, അതുപോലെയുള്ള മറ്റു കാര്യങ്ങളുടേതായി സമൂഹത്തിന് പോകുമ്പോൾ ആലോചിച്ച് നോക്ക്, ഒരുപാട് പാവങ്ങൾക്ക്, ഒരുപാട് അശരണരായ ആളുകൾക്ക് അത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ അതൊരു കാരണമാകുന്നു. ഇവിടെ ഫിത്ർ സക്കാത്തിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പെരുന്നാൾ സുദിനം മുതൽ അത് കൊടുക്കാൻ അവൻ നിർബന്ധിതനാവുകയാണ്. ഇമാം ഖുത്ബ നിർവ്വഹണത്തിന് വേണ്ടി മിമ്പറിൽ കയറുന്നതിന് മുമ്പായി അവൻ കൊടുത്തു തീർക്കുകയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. എന്നാൽ തലേ ദിവസം പെരുന്നാളെന്ന് ബോധ്യപ്പെടുന്നതോടെ കൊടുത്തു തുടങ്ങാവുന്നതുമാണ്. ഫിത്ർ സക്കാത്ത് ആരാണ് നൽകേണ്ടത്? പെരുന്നാൾ അന്നുള്ള രാപ്പകലുകളിൽ അവൻ ചിലവ് കൊടുക്കൽ അനിവാര്യമായ അവൻ്റെ കൂട്ടുകുടുംബാദികൾ, മാതാപിതാക്കൾ, മക്കളൊക്കെ ഉൾപ്പെടെയുള്ള അവൻ ആരൊക്കെ പരിരക്ഷ ഏറ്റെടുത്തിട്ടുണ്ടോ, നൽകുന്ന നിർബന്ധമാണോ, അവൻക്കും ആ ഒരു രാപ്പകലുകളിൽ ഭക്ഷിക്കാനും സന്തോഷിച്ചുള്ള വീടിനൊക്കെ വേണ്ട സാമ്പത്തികം മാറ്റിവെച്ച് മിച്ചം വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ വരുമ്പോൾ നമ്മിൽ അധികം ആളുകളും അതിന് ബാധ്യസ്ഥരാണ്. കാരണം നിലവിലുള്ള അവൻ്റെ ഭൂസ്വത്ത്, അവൻ്റെ വീടൊക്കെ വിലക്കെട്ടി ആ രാപ്പകലുകളിൽ ഞാനീ പറഞ്ഞ അവൻക്കും അവരല്ലാത്ത ഈ പറഞ്ഞ ആളുകൾക്കുമുള്ള സാമ്പത്തികം മാറ്റിവെച്ചാൽ ഇതാകെ നമ്മളൊരു വില കെട്ടുകയാണെങ്കിൽ നിർബന്ധമായും അത് കഴിഞ്ഞാൽ മിച്ചം വരും. അങ്ങനെ ബാക്കി വരുന്ന ആളുകൾ അവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. എങ്ങനെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? നമ്മളത് മനസ്സിലാക്കണം. ഫിത്ർ സക്കാത്ത് പരിശുദ്ധമായ ഇസ്ലാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണക്കൂട്ടുമ്പോൾ അരിയാണിനൊപ്പം നമ്മുടെ നാട്ടിലുള്ള ഭക്ഷ്യവസ്തു, ഓരോ നാട്ടിലും അവർ ഭക്ഷിക്കുന്ന എന്താ അതാണ് അവൻ നൽകേണ്ടത്. ഈ ഭക്ഷ്യവസ്തു എന്ന രീതിയിൽ അരി നമ്മൾ കൊടുക്കുമ്പോൾ അരിക്കൊരു കൃത്യമായ കണക്ക്, അരിയുടെ വലുപ്പത്തിൻ്റെ, കനത്തിൻ്റെ ഒക്കെ തോതനുസരിച്ച് ഒരു തൂക്കം എന്ന് പറയുമ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഇന്നത്തെ ഉലമാക്കളുടെയൊക്കെ ഒരു ഭാഷ്യമനുസരിച്ചാണെങ്കിൽ ഏകദേശം ഒരു 2,800 വെച്ച് ഒരാൾക്ക് കൊടുത്താൽ, അതിൽ താഴെ പറയുന്ന ആളുകളുണ്ട്, പല രീതികളിലും തൂക്കത്തിനെ കുറിച്ച് പറയുന്നു. എന്നാൽ ഒരു 2,800 കണക്കാക്കിയാൽ അരിയുടെ ഏറ്റവ്യത്യാസമായാൽ പോലും ഒരു ചെറുതല്ലാത്ത കണക്കിൻ്റെ രൂപത നമുക്ക് കിട്ടാൻ ഒരുപാട് സാധ്യതയുള്ള ഒന്നാണ്. അപ്പോൾ 2,800 വെച്ച് നമ്മളൊരാൾക്ക് മാറ്റിവെച്ചാൽ ആ ഒരു 2,800 അതാണ് മാറ്റിവെക്കേണ്ടതും അവൻ്റെ ഫിത്ർ സക്കാത്തായി നൽകേണ്ടതും. അവനക്ക് മാത്രമല്ല, ആ നിർബന്ധമാകുന്ന സാഹചര്യത്തിൽ ആരൊക്കെ വീട്ടിലുണ്ടോ, ചെറിയ കുഞ്ഞുങ്ങൾ വരെ, അവർക്ക് എല്ലാവർക്കും വേണ്ടി ഇവൻ ഫിത്ർ സക്കാത്ത് നൽകുക എന്നത് തികച്ചും അനിവാര്യമായ, നിർബന്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ അതങ്ങനെ ആ ചിട്ടയിൽ തന്നെ അത് ചെയ്യുക എന്ന ബാധ്യത നമ്മൾ ഓരോ ആളുകളും ഏറ്റെടുക്കേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ അത് ആരുടെയും ഒരു ഔദാര്യമല്ല, ഞാനതിനെ കൊടുക്കുന്നല്ലോ എന്ന ഒരു മനസ്സിലുള്ള ഒരു സന്താപത്തോടെ, അല്ലെങ്കിൽ അവനോടുള്ള ഒരു പ്രത്യേക താല്പര്യത്തോടെ, അങ്ങനൊന്നുമല്ല. ഇത് അനിവാര്യമായി, നിർബന്ധമായി താൻ കൊടുക്കൽ നിർബന്ധമായ ഒരു കർമ്മമാണ്, ഒരു കടമയാണ് എന്ന ബോധ്യത്തോടു കൂടെ ഫിത്ർ സക്കാത്ത് കൈകാര്യം ചെയ്യുക എന്നതാണ് വിശ്വാസികളായ നമ്മൾ ഓരോ ആളുകളും ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ ഒരു 2,800 വെച്ച് ഒരാൾക്ക് കണക്കാക്കി അങ്ങനെ കൊടുക്കുകയാണ് ഏറ്റവും നല്ലൊരു രീതി. എന്നാൽ അപ്പുറം ഇപ്പുറം പറയുന്ന ആളുകളുണ്ട്. അതാത് മഹല്ലുകളിലൊക്കെ ഉസ്താദുമാരുടെ ഇടപെടലുകൾ അനുസരിച്ച് അവർക്ക് എങ്ങനെയാണോ സൂചിപ്പിച്ചത് ആ രീതിയിൽ നമ്മളത് കൃത്യമായി പൂർത്തീകരിച്ച് ഫിത്ർ സക്കാത്ത് കൊടുത്തെങ്കിലാണ് ഈ റമളാൻ ഷരീഫിൽ നമ്മൾ അനുഷ്ഠിച്ച ആരാധനാ കർമ്മങ്ങൾ
അത് സമ്പൂർണ്ണമായി അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. മാത്രമല്ല, ഫിത്ർ സക്കാത്തിലൂടെ റമദാനിൽ വല്ല പാകപ്പിഴവുകളും സംഭവിച്ചെങ്കിൽ അതുപോലും ഇത് നിമിത്തമായി അവൻക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അങ്ങനെ ഫിത്ർ സക്കാത്തിൻ്റെ ആ മഹനീയമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി വരിക, നമ്മളതിൻ്റെ പ്രചാരകനാവുക, നമ്മളത് നൽകുക. അങ്ങനെ ഈ ഒരു പരിശുദ്ധമായ മാസം നമുക്ക് നൽകിയ ആത്മീയമായ വലിയ മുന്നേറ്റം, ആ മുന്നേറ്റം അത് പ്രാവർത്തികമാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിന്ന് നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധിയുടെ ഈ ദിനരാത്രങ്ങൾ നാളെ അനുകൂലമായി പടച്ച റബ്ബിൻ്റെ അടുക്കൽ സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഞാനിവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.